ഗ്ലോ ഹൈ ഗ്ലോസ് ഇനാമൽ പെയിൻറ്റ്സ്. ഇനാമൽ പെയിൻറ്റ്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാർണിഷിൻ്റെ ആവശ്യമേ വരില്ല, നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും. ഇത് തുടക്കക്കാരത് മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ വില ഇതിൽ എഴുതിയിരിക്കുന്നത് അധികം വിലയൊന്നും കാണാനില്ല, 41 രൂപ എന്നൊക്കെ കാണാനുള്ളൂ. പക്ഷേ ഇതൊക്കെ ഇവിടെ പണ്ടിരിക്കുന്നതാണ്. തുടക്കക്കാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. തുടക്കക്കാർ അക്രിലിക്കിൽ മാത്രം എടുത്താൽ മതി. അപ്ഗ്രേഡ് ചെയ്ത് പോകുമ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇതതുപോലെ തന്നെ മെറ്റാലിക് ഗോൾഡിൻ്റെ അക്രിലിക്കാണ്. ഇത് ഈ പേൾ മെറ്റാലിക് കളറിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും ഫിനിഷിങ് ഇതിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പെയിൻറ്റാണ്. ഇതിനൊക്കെ വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടോ 168 രൂപയുണ്ട്. അപ്പോൾ തുടക്കക്കാരൊന്നും ഇത് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് ബോട്ടിൽ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യാവുന്ന വേറൊരു ഓപ്ഷനാണ് പോസ്റ്റർ കളേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സരയുടെ പോസ്റ്റർ കളേഴ്സിൻ്റെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മളുടെ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യില്ല. ബോട്ടിൽ ഈ പെയിൻറ്റിനെ ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒരു കോട്ടിങ് അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ ടിഷ്യൂ പേപ്പർ കൊണ്ട് ബോട്ടിൽ മുട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ അത് ഒട്ടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ നോർമൽ ഒരു പെയിൻറ്റ് കൊണ്ട് വീട്ടിലടിക്കുന്ന തരത്തിലുള്ളൊരു പെയിൻറ്റ് കൊണ്ട് ഞാൻ ബോട്ടിലും അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ഈ പോസ്റ്റർ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ പോസ്റ്റർ കളറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഡയറക്റ്റ് അത് ബോട്ടിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യില്ല, ഫിനിഷിങ്ങും കിട്ടില്ല. പക്ഷേ നമുക്ക് മറ്റൊന്നിൻ്റെ മുകളിൽ നമുക്ക് പോസ്റ്റർ കളർ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പോസ്റ്റർ കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാലം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വാർണിഷ് അഥവാ ടോപ്പ് കോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വേറൊരു കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പോസ്റ്റർ കളറിൻ്റെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വാട്ടർ കളേഴ്സ് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത് ഫിനിഷിങ് കിട്ടില്ല. എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കോട്ടിങ്ങിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇത് നല്ലത്. വേറെ പേര് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഗ്ലാസ് കളേഴ്സിൽ ഗ്ലാസ് കളേഴ്സ് അല്ലെങ്കിൽ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്നത്, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്ലാസ് കളേഴ്സ്. ഗ്ലാസ് കളേഴ്സ് രണ്ട് തരത്തിലുണ്ട്, വാട്ടർ ബേസ്ഡും ഉണ്ട്, സോൾവെൻറ്റ് ബേസ്ഡും ഉണ്ട്. അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് എന്ന് പറയുന്നത് വെള്ളം നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളകിപ്പോകും. സോൾവെൻറ്റ് ബേസ്ഡ് ആകുമ്പോൾ വെള്ളം നനഞ്ഞാലും അത് ഇളകിപ്പോവില്ല. വിലയിലും വ്യത്യാസമുണ്ട്. തുടക്കക്കാർക്ക് വാട്ടർ ബേസ്ഡിൻ്റെ ആവശ്യം ഉണ്ട്. ഇങ്ങനെയാണ് ഈ ഗ്ലാസ് കളേഴ്സ് ഇരിക്കുക. അങ്ങനത്തെ ബോട്ടിൽസ് ആയിട്ടാണ് കിട്ടുക. കാമലിൻ്റെയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫെവിക്രിലിൻ്റെയും വരുന്നുണ്ട്. കാമലിൻ്റെ 6 എണ്ണമാണുള്ളത്, 85 രൂപയാണ് വില. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ലൈനറും കൂടെ കിട്ടും. അപ്പോൾ ലൈനർ കൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ് കളർ കൊണ്ട് ഉള്ളിൽ കൊടുക്കുന്നത്. ഇതിൽ ഞാൻ ഗ്ലാസ് കളർ കൊണ്ട് ചെയ്തതാണ്. ഇതിൽ ഈ ബ്ലാക്ക് പോലെ കാണുന്നത് ലൈനറാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ യെല്ലോ കളറ് ഗ്ലാസ് കളറും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും കാണുന്നത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഞാൻ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ പെയിൻറ്റ് ഈ ഒരു ഐവറി കളർ പെയിൻറ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കണ്ട പേൾ മെറ്റാലിക് കളറിലെ ബ്രോൺസ് കളർ കൊണ്ട് ഞാൻ ഷെയ്ഡ് കൊടുത്തിരിക്കുകയാണ്. ഗ്ലാസ് കളറ് ഇങ്ങനെയാണ്. ഇതിൽ ബോട്ടിൽ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതലായിട്ട് ആ ഗ്ലാസ് പെയിൻറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനർ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് കളർ അപ്ലൈ ചെയ്യാം. ഈ ഇത് ബോട്ടിൽ പെയിൻറ്റിങ് ഞാൻ ആദ്യം ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ യെല്ലോ കളർ കാണുന്നത് പോസ്റ്റർ കളറാണ്. പക്ഷേ ഞാനത് അടിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ്, അതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് കണ്ടോ ചെറുതായിട്ട് വരുന്നത് കണ്ടോ. ഇങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് വാർണിഷ് കൊണ്ട് ടോപ്പ് കോട്ട് കൊടുക്കാം. ഇതിപ്പോൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതുമ്പോൾ അധികം തൊടാതെ ഇരുന്നാൽ മതി, അതവിടെ ഹോൾഡ് ചെയ്തോളും. ഇത് അക്രിലിക്കാണ്. അക്രിലിക്കിൻ്റെയും പോസ്റ്റർ കളറിൻ്റെ വ്യത്യാസം എന്തെന്ന് തന്നെ മനസ്സിലാവും. അക്രിലിക്കിന് ഒരു ഗ്ലോ കാണുന്നതുകൊണ്ട് ഇങ്ങനൊരു ഗ്ലോ അക്രിലിക്കിനാണ് ഉണ്ടാവുക. പക്ഷേ പോസ്റ്റർ കളറിന് ഇങ്ങനൊരു ഗ്ലോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തുടക്കക്കാരെ അക്രിലിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ വാർണിഷ് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന് ഇങ്ങനെ ഒരു ഫിനിഷിങ് ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കണം, ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ യൂസ് ചെയ്യണം, എന്നാലും ഇങ്ങനെ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. വെള്ളത്തിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അക്രിലിക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മാറുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫിനിഷിങ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതാണ് പോസ്റ്റർ കളറും അക്രിലിക് കളറും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതിൻ്റെ മുകളിൽ
ഞാൻ ഇതിൻ്റെ ഈ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത് ഇനാമൽ പെയിൻ്റാണ്. ഞാൻ കാണിച്ചിരുന്നു, ഒരു ഇനാമൽ പെയിൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇനാമൽ പെയിൻ്റാണ് ഈ ബ്ലാക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടോ, അക്രിലിക്കിനേക്കാളും ഡബിൾ ഗ്ലോസ് ആണ് അതിന് വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ഗോൾഡ് മെറ്റാലിക് കളറ് നമ്മൾ കണ്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇനി വാർണിഷിൻ്റെ ആവശ്യമില്ല. സത്യം പറയുകയാണെങ്കിൽ ഇതിന് വാർണിഷിൻ്റെ ആവശ്യമില്ല, ഞാൻ അടിച്ചിട്ടുമില്ല. ഇതിന് വാർണിഷിൻ്റെ ആവശ്യമില്ല, ഇത് ഹോൾഡ് ചെയ്തോളും. ആകെ കൂടുതൽ പ്രശ്നം വരാം ഈ പോസ്റ്റർ കളറിനാണ്. അത് നമ്മൾ അധികം ഇങ്ങനെ ഞാൻ നന്നായിട്ട് ഉരച്ചിട്ടാണ് എൻ്റെ കയ്യിൽ പോകുന്നത്. ഞാൻ അതുപോലെ ഉരച്ചിട്ടാണ് പോകുന്നത്. വെറുതെ തൊടുകയാണെങ്കിൽ പോരുന്നില്ല, കണ്ടോ, ഉരയ്ക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഉരയ്ക്കാതിരുന്നാൽ മതി. അടുത്തത് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ബോട്ടിലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല ഡിസൈനിലും ഔട്ട്ലൈൻസൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ട് നമുക്ക് ഡിസൈൻ കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഡിസൈൻ വരച്ചെടുക്കാം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലിക്വിഡ് എംബ്രോയിഡറി എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഇതുകൊണ്ട് നമുക്ക് ഇത് തുറക്കുകയാണെങ്കിൽ ഇതിലൂടെ ഈ ലിക്വിഡ് വരും. ഇതുകൊണ്ട് നമുക്ക് ഡിസൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഷേപ്പിൽ തന്നെ ബോട്ടിലിൽ കാണും. ഇത് നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിന് നോർമലി യൂസ് ചെയ്യുന്നതാണ്. ഇത് തന്നെ നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിലിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻസ് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഗ്ലാസ് ബോട്ടിലിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇതുകൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഗ്ലാസ് കളേഴ്സ് കൊടുക്കുന്നത്. 3D ഔട്ട്ലൈനറും വരും, ലിക്വിഡ് എംബ്രോയിഡറിയും വരും. ഇനി ഇതെല്ലാം ഞാൻ ഒരുപാട് നാൾ മുന്നേ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിലയിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഷോപ്പിൽ ഇതൊക്കെ ഓൺലൈനിൽ പോകുന്നതിനേക്കാളും മുന്നേ നിങ്ങളുടെ അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിൽ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രം ഓൺലൈനിൽ പോയാൽ മതി. ഇനി അതുപോലെ തന്നെ ഇത് 3D ഗ്ലിറ്ററാണ്. അതായത് ഗ്ലിറ്റർ പോലെ ഇതിൻ്റെ സെയിം ഒരു പർപ്പസ് തന്നെ. ഇതെല്ലാം ഒരു പ്ലെയിൻ ഫിനിഷ് അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് തരുമ്പോൾ ഇതൊരു ഗ്ലോസി, ഒരു നമ്മൾ പറയില്ലേ ഗിൽറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഗ്ലോസി ഫിനിഷാണ് ഇത് തരുന്നത്. അങ്ങനത്തെ തന്നെ ഒരു ഗ്ലിറ്ററാണ്, അങ്ങനെ തന്നെ വരച്ചെടുക്കാവുന്ന ഒരു ഗ്ലിറ്ററാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ കാണിക്കാം. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു കലണ്ടറാണ്. ഇതിൽ ഈ 2020 എഴുതിയത് എല്ലാം ഞാൻ കണ്ടോ, ഇത് എഴുതിയിരിക്കുന്നതൊക്കെ ഈ ഗ്ലിറ്റർ ലൈനർ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 35 രൂപയാണ്. ഇതും ഈ പറഞ്ഞ പോലെ കുറേ നാളായി മേടിച്ച് വെച്ചിട്ടുള്ളതാണ്, കുറേ നാളുകളായി. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല പോലെ ടൈറ്റ് ചെയ്ത് നമ്മൾ എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. എന്നിരുന്നാൽ മാത്രമേ അത് കുറേ നാൾ ഇരിക്കുകയുള്ളൂ. ഇതൊക്കെ കുറേ നാളുകളായിട്ട് ഇരിക്കുന്നു, ഏകദേശം ഒരു 6 മാസത്തിന് കൂടുതലായി ഇതൊക്കെ ഇരിക്കുന്നു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അക്രിലിക് പെയിൻറ്റ്സൊക്കെ വർഷങ്ങളായിരിക്കുന്നു, ഇപ്പോഴും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടെല്ലാം നമ്മൾ ടൈറ്റ് ചെയ്ത് തന്നെ എടുത്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം.